സ്കൂളൊക്കെ തുറക്കാറായപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഒരു പൂത്തുമ്പിയെ പോലെ സ്കൂളിലേക്ക് പോകേണ്ട ഒരു കുഞ്ഞാണ്. അപ്പോൾ എറണാകുളത്ത് തിരുവാങ്കുളത്ത് നിന്ന് കാണാതായ 3 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. പുലർച്ചെ 2:20ഓടെയാണ് മുഴുക്കുളം പുഴയിൽ നിന്ന് സ്കൂബ ടീം മൃതദേഹം കണ്ടെത്തിയത്. കുട്ടിയെ അമ്മ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രദേശത്ത് തിരച്ചിൽ നടത്തിയത്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ. നാട്ടുകാരും സ്കൂബ ടീമും അഗ്നിരക്ഷാസേനയും പോലീസും ഒത്തൊരുമിച്ച് കുഞ്ഞുകല്യാണിക്കായി പുഴയിലിറങ്ങി. എന്നാൽ പ്രാർത്ഥനകളും കാത്തിരിപ്പും വിഫലമാക്കി പുഴയുടെ ആഴങ്ങളിൽ നിന്നും കണ്ടെത്തിയത് കല്യാണിയുടെ വിറങ്ങലിച്ച ശരീരം. അമ്മയുടെ നെഞ്ചോട് ചേർന്ന് അങ്കണവാടിയിൽ നിന്നും ഇറങ്ങുമ്പോൾ അവർ കരുതിയിരുന്നില്ല അമ്മ കൊണ്ടുപോകുന്നത് കൊലപ്പെടുത്താനായിരുന്നുവെന്ന്. തിരുവാങ്കുളത്തെ അങ്കണവാടിയിൽ നിന്ന് അമ്മയ്ക്കൊപ്പം കല്യാണി ഇറങ്ങിയത് വൈകിട്ട് 3:15. കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അസ്വാഭാവികതയൊന്നും തോന്നിയില്ലെന്ന് അങ്കണവാടി ടീച്ചർ. സാധാരണ പോലെ തന്നെ വന്നു. പിന്നെ വെച്ചാൽ വന്ന സമയത്ത് കൊച്ചു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡ് കഴിച്ച് തീരുന്നത് വരെയും അവിടെ ഇരുന്ന് കൈ മുഖമൊക്കെ കഴിച്ച് 3:30 കൂടിയാണ് അങ്കൻവാടിയിൽ നിന്ന് പോയത്. അപ്പം നമുക്കങ്ങനെ സംശയങ്ങളോ കാര്യങ്ങളൊന്നും തോന്നത്തക്ക രീതിയിലൊന്നും അമ്മയിൽ നിന്നും ഉണ്ടായിരുന്നില്ല. അമ്മ നല്ല ചിരിച്ച മുഖത്തോട് തന്നെയാണ് വന്നതും തിരിച്ചു പോയതും. കുട്ടിയെ ഉപേക്ഷിച്ച് കുറുമശ്ശേരിയിലെ സ്വന്തം വീട്ടിലെത്തിയ അമ്മ. വീട്ടുകാർ ചോദിച്ചപ്പോൾ കുട്ടിയെ കാണാനില്ല എന്ന് മൊഴി. ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. കുട്ടിയെ കാണാതായെന്ന് ആദ്യം പോലീസിനോട് പറഞ്ഞ അമ്മ ഉപേക്ഷിച്ചതാണെന്ന് പിന്നീട് മൊഴി നൽകി. വൈകിട്ട് 7 മണിവരെ കുട്ടി അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി മൂഴിക്കുളത്ത് കുട്ടിയെയും കുട്ടി ബസ്സിറങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഏഴരയോടെ മൂഴിക്കുളത്ത് നിന്ന് ഓട്ടോ വിളിച്ച് കുറുമശ്ശേരിയിലേക്ക് പോകുമ്പോൾ ഒപ്പം കുട്ടി ഉണ്ടായിരുന്നില്ല. ഇക്കാര്യം ഓട്ടോറിക്ഷ ഡ്രൈവർ സ്ഥിരീകരിച്ചു. സ്ത്രീയെ എവിടുന്നാണ് ഓട്ടോ കയറ്റിയത്? കുറുമശ്ശേരി. ഇവര് എങ്ങനെയായിരുന്നു? കുട്ടിയോടൊപ്പം തന്നെയായിരുന്നു? കുട്ടി ഉണ്ടായില്ല, കുട്ടി ആള് ഒറ്റയ്ക്ക് മാത്രം ഉണ്ടായിരുന്നു. കുഞ്ഞിനെ പുഴയിലെറിഞ്ഞെന്ന് അമ്മ പറഞ്ഞതായി ബന്ധു. മുൻപ് 2 തവണ കല്യാണിയെയും സഹോദരനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് ഭർത്തൃ വീട്ടുകാർ. വീട്ടിൽ കുറെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളുകളായിട്ട് അവള് മാനസിക സംഘർഷത്തിലാണ്. ഈ ഭർത്താവുമായിട്ടുള്ള പ്രശ്നമാണോ? അതാണ് പറയുന്നത് അവള്. ഇപ്പൊ ഇവിടെ ചോദിച്ചപ്പോഴും പറഞ്ഞത് അത് തന്നെയാണ്, അങ്ങനെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഭർത്താവ് വന്ന് അവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കുട്ടീനെ കൊന്ന് ഇനി എന്നെയും കൊല്ലാൻ വേണ്ടി നടക്കാണെന്ന് ചോദിച്ചിവിടെ ഇപ്പൊ വർത്താനം പറയലുണ്ടായി. മൂഴിക്കുളം പാലത്തിൽ നിന്ന് കുട്ടിയെ താഴേക്കെറിഞ്ഞുവെന്ന അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വ്യാപക തിരച്ചിൽ. മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പ്രതീക്ഷ കൈവെടിയാതെ അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും സ്കൂബ ടീമും തിരച്ചിൽ തുടർന്നു. കനത്ത മഴയും വെളിച്ചക്കുറവും തിരച്ചിലിന് വെല്ലുവിളിയായി. പുലർച്ചെ 2:20ഓടെ പുഴയുടെ മധ്യഭാഗത്ത് നിന്ന് സ്കൂബ ടീം കുട്ടിയെ കണ്ടെത്തി. പുഴയുടെ അടിത്തട്ടിൽ പുതഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. ആ പറഞ്ഞ സ്പോട്ടിന്റെ കുറച്ച് ചെറിയത്തായിട്ട് കിടപ്പുണ്ടായി. അവിടെ ഒരു വലിയ മരം കിടപ്പുണ്ട്, ഒരു തടി. ആ തടിയുടെ ഇടയിൽ ഇങ്ങനെ നിന്നപ്പോൾ അപ്പം എനിക്ക് തോന്നി ഏകദേശം ആ തടിയുടെ അടുത്തുണ്ടാവുന്നു. കുറച്ച് ബാക്കൊക്കെ വലിഞ്ഞ ഇപ്പോൾ കാലുമ്പോൾ തടഞ്ഞ് അപ്പോൾ തന്നെ കിട്ടിയ കൊച്ചിനെ. 3ാമത്തെ കാലിൻ്റെ കുറച്ച് ബാക്കിലായിട്ട് കിടപ്പുണ്ടായി. മൃതദേഹം അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ന്യൂസ് ഡെസ്ക് 24. അപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ശ്യാംകുമാറും റാഫി കരിമും ചേരുന്നുണ്ട്. എന്തായാലും ഇതിലിപ്പോൾ FIR രജിസ്റ്റർ ചെയ്തത് ആദ്യം തിരോധാനം, കുഞ്ഞിൻ്റെ തിരോധാനം എന്നുള്ളതിലാണ്. പിന്നീട് കുഞ്ഞിനെ മരിച്ച് ആ നിലയിൽ കൊലപാതകമാണെന്ന് പറയുന്നു. അപ്പോൾ ആ കൊലപാതക ഇതിൽ കേസെടുക്കണം. ഈ പ്രതി അമ്മ തന്നെയാണ്, മാതാവ് തന്നെയാണ്. ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെല്ലാം വകുപ്പുകൾ ചുമത്തും? ആ രീതിയിലുള്ള വിവരങ്ങൾ ശ്യാംകുമാറിനോട് നമുക്ക് ചോദിക്കാൻ തോന്നും. അതെ, ശ്യാംകുമാർ വിശദാംശങ്ങളുമായുണ്ട്.
ശ്യാമ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുക? അതായത് ഇപ്പോൾ തിരോധാനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലുണ്ടാകും, അതുപോലെ തന്നെ എന്താണ് ഇതിനു മുൻപ് സംഭവിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയാനുണ്ട്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ കുട്ടിയെ കാണാതായപ്പോൾ കേരള പോലീസ് ആക്ട് പ്രകാരം പുത്തൻകുരിശ് പോലീസ് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. ആ എഫ്ഐആർ ഇപ്പോൾ മാറ്റി കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടിയുടെ അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തും. അമ്മയുടെ പേര് സന്ധ്യ എന്നാണ്. അവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തും എന്നുള്ളത് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ചെങ്ങമ്മനാട് പോലീസ് മറ്റൊരു എഫ്ഐആർ കൂടി ഇന്ന് രാവിലെ രജിസ്റ്റർ ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. അത് കുട്ടിയെ പുഴയിൽ എറിഞ്ഞതിനും കുട്ടിയുടെ അമ്മയ്ക്കെതിരെയും അമ്മയെ പ്രതിയാക്കിക്കൊണ്ട് തന്നെയാണ് കേസ്. ഇതിനു പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരെ ചികിത്സിച്ചിരുന്ന മാനസികാരോഗ്യ വിദഗ്ധരെ പോലീസ് വിവരങ്ങൾ ശേഖരിക്കാനായി സമീപിക്കുമെന്നുള്ള വിവരമാണ്. എത്ര നാളായി ഇവർ ചികിത്സയിലായിരുന്നു എന്നുള്ളതും ഇവർക്ക് ഏത് രീതിയിലാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയതെന്നുള്ള വിവരങ്ങൾ ശേഖരിക്കും. അങ്ങനെയെങ്കിൽ അത് നേരത്തെ തന്നെ വന്ന വിവരം കുടുംബകലഹത്തെ തുടർന്നുണ്ടായ വിവാഹത്തിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കുട്ടിയുടെ പിതാവും ഈ കേസിൽ പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടിയുടെ അമ്മയെ കൊലക്കേസിൽ പ്രതിയാക്കി എഫ്ഐആർ ഇന്ന് കൂടുതൽ വകുപ്പുകൾ ചേർത്ത് തിരുത്തും എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുത്തൻകുരിശ് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ കുട്ടിയെ കാണാതായതിന് കുട്ടിയുടെ ബന്ധു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ പാലത്തിൽ നിന്നാണ് ഈ കുട്ടിയുടെ അമ്മ സന്ധ്യ ഇന്നലെ ഈ പുഴയിലേക്ക് എറിയുകയും, ഇത് ചാലക്കുടി പുഴയാണ്, ഈ പുഴയിലേക്ക് എറിയുകയും പിന്നീട് രാത്രി ഏറെ വൈകിയുള്ള ചോദ്യം ചെയ്യലിൽ കുട്ടിയെ പുഴയിലേക്ക് ഇട്ടു എന്ന് അവർ സമ്മതിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ 7 മണിക്കൂറോളം നീണ്ടുനിന്ന തിരച്ചിലിലാണ് കുട്ടിയുടെ മൃതദേഹം ഈ പുഴയിൽ നിന്ന് മുങ്ങൽ വിദഗ്ധർ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. അതിക്രൂരമായ ഒരു കൊലപാതകം നടന്നു. വൈകുന്നേരം ആ കുട്ടിയെ കാണാനില്ല എന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും പ്രതീക്ഷ ആ കുട്ടിയെ കിട്ടും, അല്പം താമസിച്ചതെങ്കിലും അതിനെ എവിടെയെങ്കിലും വെച്ച് കിട്ടും, ആ കുഞ്ഞിനെ കിട്ടും, കല്യാണിയെ തിരികെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പല സ്ഥലവും അമ്മ കള്ളം പറഞ്ഞു പോലീസിനോട്, പല സ്ഥലത്ത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു, കുട്ടിയെ കണ്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ കള്ളവും പോലീസ് കണ്ടെത്തി വീണ്ടും ചോദിക്കുമ്പോഴാണ് ഏറ്റവും അവസാനം പുഴയിൽ നിന്ന് താഴേക്ക് ഇട്ടു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന മറുപടി പോലീസിന് നൽകിയത്. ആദ്യഘട്ടത്തിൽ പോലീസ് ഇത് വിശ്വസിച്ചില്ല. പിന്നീട് മുങ്ങൽ വിദഗ്ധരുടെ സഹായം തേടുകയും ഇങ്ങോട്ട് ഈ പോലീസ് സംഘം എത്തുകയും ചെയ്തു. ഇവിടെ കുട്ടിയുടെ അമ്മയെ കൊണ്ടുവന്നപ്പോഴും അവർ പറഞ്ഞത് അവളെ ഞാൻ താഴേക്ക് എറിഞ്ഞു എന്നുള്ളതാണ് പോലീസിന് മൊഴി നൽകിയത്. മുൻപ് ഐസ്ക്രീമിൽ വിഷം ചേർത്ത് ഈ കുഞ്ഞിനെയും സഹോദരനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കാര്യവും കുട്ടിയുടെ അമ്മ മൊഴിയായി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ കൂടുതൽ വകുപ്പുകൾ, അത് കൊലക്കുറ്റം ചുമത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു പുറമെ JJ ആക്ടിലെയും മറ്റു വകുപ്പുകൾ ചുമത്തുമെന്നുള്ള കാര്യം പോലീസ് അറിയിച്ചിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇന്നലെ രാത്രി ആദ്യഘട്ടങ്ങളിൽ മാനസിക ദൗർബല്യം ഉണ്ട് എന്ന് വരുത്തി തീർത്ത് പോലീസിനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവസാനം പോലീസിനോട് തന്നെ കുട്ടിയെ പുഴയിൽ എറിഞ്ഞു എന്ന് പറയുകയും പുലർച്ചെ 2:30 പുലർച്ചെ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. ആ മൃതദേഹം ഇപ്പോൾ അങ്കമാലി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രാവിലെ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ അവിടെ നടക്കും. ഏതായാലും ഇന്ന് അമ്മയുടെ അറസ്റ്റ് രാവിലെ രേഖപ്പെടുത്തുമെന്നുള്ളത് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തും. കുട്ടിയുടെ അമ്മയുടെ മാനസിക ദൗർബല്യത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളും പോലീസ് ഇന്ന് രാവിലെ ശ്യാംകുമാർ, ഈ മാനസിക ആരോഗ്യ പ്രശ്നം എന്തെങ്കിലും അമ്മയ്ക്ക് ഉണ്ടോ എന്നുള്ളതിൽ പരിശോധന ആവശ്യമാണ്. പക്ഷേ ശ്യാം ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യം, അതായത് മൊഴിയിൽ ആദ്യം മൊഴി മാറ്റി പറയുന്നു, പിന്നീടാണ് ഇങ്ങനെ കുഞ്ഞിനെ പാലത്തിന് മുകളിൽ നിന്ന് എടുത്തെറിഞ്ഞു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വളരെ കൃത്യമായി ഒരു ആസൂത്രണം ഇതിലുണ്ടായിരുന്നു. അംഗനവാടിയിൽ ചെല്ലുന്നു, കുഞ്ഞിനെ കൃത്യമായി അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ നിന്ന് വാങ്ങുന്നു, അത് കഴിഞ്ഞ് യാത്ര ചെയ്ത് കുറുമശ്ശേരിയിലെത്തുന്നു, അവിടെ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ച് മൂഴിക്കുളത്തേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു പ്ലാനിങ്ങും അതിലൊരു മാനസിക വിഭ്രാന്തിയോ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ആ ബന്ധു പറഞ്ഞ ഒരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള സംഭവം, അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ അന്വേഷണം ആ വശത്തേക്കും നീങ്ങേണ്ടതാണ്, അല്ലേ?
സ്മിത, തീർച്ചയായും. കാരണം ഇന്നലെ ആ കുട്ടിയെ പതിവ് പോലെ 3 മണിയോട് കൂടിയിട്ടാണ് അംഗനവാടികൾ കുഞ്ഞുങ്ങളെ രക്ഷിതാക്കൾ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. ആ സമയത്ത് തന്നെ ഈ സ്ത്രീ സന്ധ്യ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അമ്മ അവിടെ എത്തി ഈ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ആ കുഞ്ഞ് ആ CCTVയിൽ കാണാം അവരോട് ഒട്ടിച്ചേർന്നാണ് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ കാണാതായി എന്ന് പറഞ്ഞപ്പോൾ മുതൽ ഈ നാട് ഒന്നടങ്കമാണ് തിരച്ചിലിറങ്ങിയത്. ആ വാർത്ത നമ്മൾ ഉൾപ്പെടെ പ്രേക്ഷകരുമായി പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ഓരോ പ്രദേശത്തും ആളുകൾ സ്വയം സന്നദ്ധരായി തന്നെയാണ് തിരച്ചിലിറങ്ങിയത്. എല്ലാവരുടെയും പ്രതീക്ഷ അമ്മയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ എവിടെയെങ്കിലും മറന്നതാണെങ്കിൽ ആ കുട്ടിയെ കണ്ടുപിടിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഈ നാട് ഒന്നാകെ. ആ പ്രതീക്ഷ പുലർച്ചെ കുട്ടിയെ ഈ പുഴയിലേക്ക് എറിഞ്ഞു എന്ന അമ്മയുടെ മൊഴി വരുന്നതുവരെ തുടരുകയും ചെയ്തു. പിന്നീട് ആളുകൾ തിരച്ചിൽ നിർത്തുകയും അഗ്നിരക്ഷാ സേനയുടെയും പ്രാദേശിക തിരച്ചിൽ സംഘത്തിൻ്റെയും ഒക്കെ ഇപ്പോൾ ഈ പെയ്യുന്ന മഴയേക്കാൾ കനത്ത മഴയാണ് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്. ഈ മഴയത്ത് പോലും ആ രാത്രിയിൽ കണ്ണുപോലും കാണാൻ കഴിയാത്ത സ്ഥിതിയിലും ആ മുങ്ങൽ വിദഗ്ധരൊക്കെ ഈ നദിയിൽ ഈ പുഴയിൽ മുങ്ങിയത് ആ കുഞ്ഞിനെ കണ്ടെത്താൻ വേണ്ടിയാണ്. ഒടുവിൽ ആ കുഞ്ഞിൻ്റെ ചേതനയേറ്റ ശരീരം ഇന്ന് പുലർച്ചെ കണ്ടെത്തുമ്പോഴേക്ക് ആ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു, അവരെ ഇവിടെ കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ പോലീസ് പറഞ്ഞൊരു കാര്യം പ്രധാനപ്പെട്ടതാണ്. വിവാഹത്തിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങളാണ് അവരുടെ മാനസിക നില തെറ്റിച്ചത് എന്നുള്ളത് പറയുന്നുണ്ട്. അതായത് ഗാർഹിക പീഡനത്തിന് ഇരയാണ് ആ അമ്മ എന്നുള്ള ഒരു മൊഴി കൂടി പോലീസിന് നൽകിയിട്ടുണ്ട്. ഏതായാലും കുഞ്ഞിൻ്റെ മൃതദേഹം ഇന്ന് പുലർച്ചെയാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. രാവിലെ ഇനി കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. അതിൽ കൊലക്കുറ്റം അമ്മയ്ക്കെതിരെ ചുമത്തുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കൂടുതൽ വിശദാംശങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ വിശദമായ ഒരു അന്വേഷണത്തിന് തന്നെയാണ് പോലീസ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ FIR-ൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തും എന്നുള്ള കാര്യമാണ് പോലീസും അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇവരുടെ കുടുംബ പ്രശ്നങ്ങളാണോ ഈ അമ്മയുടെ മാനസികാരോഗ്യത്തെ തകരാറിലാക്കിയതെന്നും അതിനെ തുടർന്ന് താൻ ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളിലും ജീവിക്കേണ്ട എന്ന നിലയിലേക്ക് അവരെ എത്തിച്ചത് ആ ഒരു ചിന്തയാണോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടിയുടെ അച്ഛൻ ഉൾപ്പെടെ ഈ കേസിൽ പ്രതിയാകാനുള്ള സാധ്യത പോലീസും നിയമവിദഗ്ധരും തള്ളിക്കളയാത്തത്. ശ്യാമ, അതുപോലെ തന്നെ കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ അങ്കമാലിയിലെ താലൂക്ക് ആശുപത്രിയിലാണല്ലോ. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടവും അതിനുശേഷവും സംസ്കാരവും ഒക്കെ നടക്കും. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി പറയുമോ? ഈ കേസിൽ കുട്ടിയുടെ മൃതദേഹം നിലവിൽ അങ്കമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. രാവിലെ അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കും. അത് പോലീസ് അവിടെ എത്തി, ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ റൂറൽ SP ഉൾപ്പെടെ അവിടെ എത്താനുള്ള സാഹചര്യമുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റും. അവിടെ പോസ്റ്റ്മോർട്ടം, ആ 4 വയസ്സുകാരുടെ മൃതദേഹം അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യും. മരണകാരണം കൃത്യമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത് വെള്ളത്തിൽ അമ്മ എറിഞ്ഞത് മൂലമാണോ, അതിനു മുൻപ് തന്നെ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചിരുന്നോ എന്നുള്ളത് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. പിന്നീട് ഈ മൃതദേഹം ഇപ്പോൾ നേരത്തെ പറയുന്നത് വെച്ചാണെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മൃതദേഹം സംസ്കരിക്കാനായി ആർക്ക് വിട്ടു നൽകണം, അടക്കം ചെയ്യാനായി ആർക്ക് വിട്ടു നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാകേണ്ടതുണ്ട്. ഏതായാലും നിലവിലെ നടപടിക്രമങ്ങൾ പ്രകാരം രാവിലെ ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ശ്യാംകുമാറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ വന്ന ആ വാർത്ത, അത് മറ്റൊരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ക്രിസ്റ്റീന. ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയെ പല പ്രശ്നങ്ങൾ പറഞ്ഞ് കുറ്റം പറയും പല കാര്യങ്ങളിൽ. പക്ഷേ ഈ കുഞ്ഞിൻ്റെ ഒരു കാര്യം വന്നപ്പോൾ സ്വന്തം കുഞ്ഞ് എന്നുള്ള രീതിയിൽ എല്ലാവരും, കാരണം നമുക്കറിയാലോ ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എത്ര നിഷ്കളങ്കമായി. അപ്പോൾ ആ ഒരു വാർത്ത പരന്നത് വളരെ പെട്ടെന്നായിരുന്നു. അത് ഒരു പക്ഷേ ഈ പെട്ടെന്ന് തന്നെയുള്ള തെരച്ചിലിനൊക്കെ സഹായിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ നമ്മുടെ സുഹൈൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഗോൾഡൻ അവർ എന്ന് പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അതിനുള്ളിലാണ് എങ്കിൽ കുട്ടിയെ ജീവനോടെ കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ പറഞ്ഞ ഈ വിവരങ്ങൾ വച്ചാണ് ഈ പുഴയിൽ തെരച്ചിൽ തുടങ്ങിയത്. അതോടുകൂടി ഈ സംഭവമൊക്കെ മാറി മറിയുകയായിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുകയായിരുന്നു. പക്ഷേ എല്ലാവരും അത്രയും ഉത്തരവാദിത്വത്തോടെ, അതുപോലെ തന്നെയാണ് ഈ രാത്രി വലിയ മഴയായിരുന്നു, തെരച്ചിലിനുണ്ടായിരുന്ന എല്ലാവരും പറയുകയായിരുന്നു നമുക്കും ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾ, ആ രീതിയിൽ
അത് തെരച്ചിൽ നടത്തുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നായിരുന്നു ഈ തെരച്ചിൽ നടത്തിയത്. പക്ഷേ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. പിന്നെ ഈ അമ്മയുടെ മാനസികാവസ്ഥയൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ മലയാളത്തിന് കേരളത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. അതിലൊക്കെ നമ്മൾ വളരെ ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ ചെറിയ രീതിയിൽ കാണുമ്പോൾ തന്നെ അത് കൃത്യമായി ചികിത്സ തേടുക. കുഞ്ഞിനെ ഒരമ്മ കൊല്ലുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ ഈ കുടുംബ പ്രശ്നങ്ങളിൽ ആത്മഹത്യ ചെയ്തേക്കാം എന്നുള്ളൊരു തോന്നലിലാകാം ഇങ്ങനെ പോയത്. അപ്പോൾ അതൊക്കെ തന്നെ ഇപ്പോൾ ഏതായാലും അമ്മയുടെ പേരിൽ കൊലക്കുറ്റം ചുമത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമുക്ക് ശ്യാംകുമാർ നൽകിയത്. കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നാണ് സംഭവിക്കുക. ഈ വാർത്തയിൽ തുടർ വാർത്തകൾ വരുമ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ഇന്നത്തെ ദിവസത്തെ മറ്റൊരു പ്രത്യേകത കൂടി അതല്ലേ. മൂന്നാമതും തുടർ ഭരണമെന്ന ചരിത്ര നേട്ടം ആവർത്തിക്കാനുള്ള സമ്മർദ്ദവും പേറിയാണ് രണ്ടാം പിണറായി സർക്കാർ ഇന്ന് 5ാം വർഷത്തിലേക്ക് കടക്കുന്നത്. നിർണായകമായ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടുക എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി. വികസന ക്ഷേമ രംഗത്തെ നേട്ടങ്ങളുടെ അകമ്പടിയിൽ വോട്ടർമാരെ അഭിമുഖീകരിക്കാനിറങ്ങുന്ന സർക്കാരിന് മുറിച്ചു കടക്കേണ്ടുന്ന നിരവധി വിഷയങ്ങൾ ചേർന്ന് രൂപപ്പെടുത്തിയ ഭരണവിരുദ്ധ വികാരത്തെയാണ്. സംസ്ഥാന ഭരണത്തിൽ തുടർച്ചയായി മൂന്നാമതും അധികാരത്തിലെത്തുക എന്നത് ചരിത്ര നേട്ടമാണ്. കേരളത്തിൽ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. എന്നാൽ പിണറായി വിജയൻ്റെ നേതൃമികവിൽ ആ ചരിത്ര നേട്ടം കയ്യെത്തിപ്പിടിക്കാനുള്ള ശ്രമത്തിലാണ് കേരളത്തിലെ LDF. മൂന്നാം തവണയും പിണറായി എന്ന ക്യാമ്പയിൻ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ഭരണത്തിൽ ഹാട്രിക് നേടാൻ തയ്യാറെടുക്കുന്ന സർക്കാരിന് മുന്നിൽ രാഷ്ട്രീയ വെല്ലുവിളികൾ ഏറെയാണ്. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ പ്രകടനപത്രികയിൽ പ്രഖ്യാപിച്ചതുപോലെ ക്ഷേമ പെൻഷൻ 2500 രൂപയായി വർദ്ധിപ്പിക്കുക, വീട്ടമ്മമാർക്ക് പെൻഷൻ തുടങ്ങിയ വാഗ്ദാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കുമെന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. സർക്കാരിനെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ചുറ്റിപ്പറ്റിയുയരുന്ന വിവാദങ്ങളാണ് മറ്റൊരു വെല്ലുവിളി. കേന്ദ്ര ഏജൻസികളിലൂടെ പുറത്തുവന്ന ആക്ഷേപങ്ങൾ പരമ്പരാഗത ഇടത് അനുകൂലികൾക്കിടയിൽ പോലും സംശയങ്ങൾക്കിട നൽകിയിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്തെ സ്വർണ്ണക്കടത്ത് ആക്ഷേപങ്ങളെ മറികടന്ന് വന്നതുപോലെ ഇതും അതിജീവിക്കാൻ കഴിയുമെന്നതാണ് ഭരണ നേതൃത്വത്തിൻ്റെ ആത്മവിശ്വാസം. ഭരണം മുഖ്യമന്ത്രിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയും മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ പുതിയ അധികാരവർഗമായി മാറിയതും ഇടത് വിശ്വാസികൾക്കിടയിൽ ചർച്ചയാണ്. താത്വിക രാഷ്ട്രീയ ഘടന അട്ടിമറിക്കുന്നതിൽ പ്രയാസപ്പെടുന്ന പാർട്ടി നേതാക്കളും കുറവല്ല. ഇടത് വലത് മുന്നണികൾ മാത്രം ഉണ്ടായിരുന്ന സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJP കൂടി നിർണായക ശക്തിയായി കടന്നു വന്നതും മൂന്നാം ഭരണത്തിന് മുന്നിലുള്ള വെല്ലുവിളിയാണ്. BJPയുടെ കടന്നുവരവ് UDFനും ഭീഷണിയാണ് എന്നത് മാത്രമാണ് LDFന് ആശ്വാസകരമായ കാര്യം. സർക്കാരുകളെ അവയെ നയിക്കുന്നവരുടെ പേര് ചേർത്ത് വിളിക്കുക പതിവാണ്. അങ്ങനെ നോക്കിയാൽ ഒന്നും രണ്ടും ഇടത് സർക്കാരുകൾ അക്ഷരാർത്ഥത്തിൽ പിണറായി സർക്കാരുകൾ തന്നെയാണ്. എല്ലാ നാദത്തിനും മീതെ ചെണ്ട എന്ന് പറയുന്നത് പോലെ പിണറായി നയിക്കുകയും ഭരിക്കുകയും ചെയ്ത 9 വർഷങ്ങൾ. വെല്ലുവിളികളെ അതിജീവിച്ച് ഇനി LDFനെ മൂന്നാമതും ഭരണത്തിലെത്തിക്കേണ്ട ഉത്തരവാദിത്തം പിണറായിക്ക് തന്നെ. തിരുവനന്തപുരത്ത് നിന്ന് ഷൈജു ചാവശ്ശേരിക്കൊപ്പം R. ശ്രീജിത്ത്, 24. അപ്പോൾ ഭരണപക്ഷത്തിന് 4ാം വർഷമാകുമ്പോൾ തലമുറ മാറ്റം സംഭവിച്ച കേരളത്തിലെ പ്രതിപക്ഷത്തിനും ഇത് 4ാം വാർഷികമാണ്. തുടർച്ചയായി 2ാം തവണയും പ്രതിപക്ഷത്തിരിക്കുന്ന UDF നിരവധി ആരോപണങ്ങളാണ് ഈ കാലയളവിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ കഴിഞ്ഞ പ്രതിപക്ഷ കാലയളവ് പോലെ ശ്രദ്ധേയമായ സമരങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല എന്നത് ഒരു പോരായ്മയാകുന്നു. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി VD സതീശനെ നിയമിച്ചത് സർക്കാരിനെതിരെ പോരാടാനുള്ള രണ്ടും കൽപ്പിച്ചുള്ള കോൺഗ്രസിന്റെ നീക്കമായിരുന്നു. നിയമസഭയ്ക്കകത്ത് VD സതീശൻ രമേശ് ചെന്നിത്തലയേക്കാൾ വാക്കുകളുടെ മൂർച്ച കൊണ്ട് ശ്രദ്ധേയനായി. എന്നാൽ സഭയ്ക്ക് പുറത്ത് രമേശ് ചെന്നിത്തലയോളം മികവ് പുലർത്താനായോ എന്ന് സംശയം. തുടർഭരണമുണ്ടായെങ്കിലും ഒന്നാം പിണറായി സർക്കാരിന് U-ടേൺ സർക്കാർ എന്ന പരിഹാസം കോൺഗ്രസ് അണികൾക്കിടയിൽ നേരിട്ടിരുന്നു. രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ വിജയം കണ്ടതായിരുന്നു അതിന് കാരണം. കടൽക്കൊള്ളയും IT ആക്ട് ഭേദഗതിയും പ്രസാദിയോയും അടക്കം സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ വിഷയങ്ങൾ നിരവധിയുണ്ടായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിനെതിരെ അത്ര മൂർച്ചയേറിയ ആയുധങ്ങൾ പ്രതിപക്ഷത്തിന് ലഭിച്ചില്ല. സ്വർണ്ണക്കടത്തും മുഖ്യമന്ത്രിയുടെ മകളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും ഉയർന്നു വന്നെങ്കിലും അതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് പ്രതിപക്ഷത്തിന് അവകാശപ്പെടാനും കഴിയില്ല. എന്നാൽ ബ്രൂവറിയും K-ഫോണും AI ക്യാമറ വിവാദവും PPE കിറ്റ് അഴിമതിയും KFC നിക്ഷേപ വിവാദവും KCB കരാറുമെല്ലാം പ്രതിപക്ഷം ഉയർത്തി. സർക്കാരിനെ വിമർശിക്കുന്നത് സർക്കാർ തകർത്തു, തരിപ്പണമാക്കി. അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ അല്ലേ, ജനങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ അവരാഗ്രഹിക്കും ആ ഗവൺമെൻറ്റിൻ്റെ പ്രസൻസ്, സാന്നിധ്യം. ഇല്ല, സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര. ധനപ്രതിസന്ധിയും അതിനിടയിലെ സർക്കാരിൻ്റെ ദൂർത്തുമായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ മറ്റൊരായുധം. സംസ്ഥാനത്തെ ലഹരി വ്യാപനവും വന്യജീവി അക്രമവും പ്രതിപക്ഷം ഉയർത്തി. സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയായത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ആശാവർക്കേഴ്സിൻ്റെ സമരത്തിന് പിന്തുണ നൽകിയെങ്കിലും സ്വന്തം നിലയിൽ ഏറ്റെടുക്കാൻ കഴിയാത്തതിൽ ഇപ്പോൾ പ്രതിപക്ഷം ദുഃഖിക്കുന്നുണ്ടാവും. പ്രതിപക്ഷ നേതാവും പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ ഇടയ്ക്കിടെ മറനീക്കി പുറത്തു വന്നു. ഇതിനിടെ നവകേരള സദസ് ഉൾപ്പെടെ സർക്കാർ പരിപാടികൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. സർക്കാർ തികഞ്ഞ പരാജയം.
പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം വളരെയേറെ തൃപ്തികരമാണ്, കുറ്റമറ്റതാണ്, മാതൃകാപരമാണ്. സർക്കാരിനെ ജനങ്ങളുടെ മുൻപിൽ കുറ്റവിചാരണ ചെയ്യാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നു. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടത്തിയല്ലോ, അതിനെതിരെ കരിങ്കൊടി പോലും ഈ സർക്കാരിന് ഇഷ്ടപ്പെടാത്ത, അതുപോലും വലിയ അലോസരം ഉണ്ടാക്കുന്നു. ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ, പ്രക്രിയയിൽ, സംവിധാനത്തിൽ ഒരു പ്രൊട്ടസ്റ്റ്, കരിങ്കൊടിയെ പോലും അവർ സമചിത്തതയോടെ കാണുന്നില്ല. എന്നാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുഖ്യമന്ത്രിക്ക് ഉരുളക്കുപ്പേരി പോലെ മറുപടി നൽകുന്നതിൽ പ്രതിപക്ഷ നേതാവ് വിജയിച്ചു. സർക്കാരിനു മാത്രമല്ല പ്രതിപക്ഷത്തിനും ഇനിയുള്ള ഒരു വർഷക്കാലം നിർണായകമാണ്. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷമെന്ന് ബോധ്യപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പ് വർഷം ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. സലിം മാലിക്, 24, തിരുവനന്തപുരം. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം ക്രിസ്ത്യന. മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ ദേശീയപാത എഞ്ചിനീയറിംഗ് വിഭാഗം ഇന്ന് പരിശോധന നടത്തും. അപകടം സംഭവിച്ച കൂരിയാട് മുതൽ കൊളപ്പുറം വരെയുള്ള ഭാഗത്താകും പരിശോധന. മലപ്പുറം കളക്ടർ ആർ വിനോദും അപകടം നടന്ന റോഡ് സന്ദർശിക്കും. വിവരങ്ങളുമായി ചേരുന്നത് സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന്. സമീർ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു പരിശോധന എങ്ങനെയായിരിക്കും? ക്രിസ്റ്റീന, ഇന്ന് രാവിലെ തന്നെയായിരിക്കും പരിശോധന നടക്കുക. ആദ്യം ഈ ദേശീയപാതയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം നേരിട്ടെത്തി പരിശോധന നടത്തി ഒരു ടെക്നിക്കൽ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട ദേശീയപാത അതോറിറ്റിക്ക് സമർപ്പിക്കും. ഇതിനായിരിക്കും എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാവുക എന്നുള്ളതാണ്. അതിനുശേഷം 10 മണിയോടെ ആയിരിക്കും മലപ്പുറം കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന നടത്തുക. ഇന്നലെ വലിയ സമരത്തിനായിരുന്നു ഇവിടെ സാക്ഷ്യം വഹിച്ചത്. ആ സമയത്താണ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് പരിശോധന നടത്തുമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചത്. ഈ സാഹചര്യത്തിലാണ് കളക്ടർ ഉൾപ്പെടെ പരിശോധന നടത്താൻ വേണ്ടി എത്തുന്നത്. മാത്രമല്ല ഇന്ന് UDF കൺവീനർ ഉൾപ്പെടെയുള്ളവരും പിന്നെ അതോടൊപ്പം തന്നെ പി കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരും ഇന്ന് പ്രദേശത്തെത്തി പരിശോധന നടത്തും. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങളുമായി മലപ്പുറത്തു നിന്നും ചേർന്നത്. ഏതായാലും പരിശോധന നടക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വലിയ അപകടത്തിലേക്ക് പോകാമായിരുന്ന ഒരു തലനാരിഴയ്ക്ക് വലിയ അപകടം ഒഴിവായി എന്നുള്ളതാണ്. കൃത്യമായ പരിശോധനകൾ വേണം. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ കർശനമായ നടപടിയും വേണം. വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചാകും ഹർജികൾ പരിഗണിക്കുക. ഹർജികളിൽ ഇന്ന് വിശദമായ വാദം കേൾക്കും. ഹർജികൾ വിശാല ബെഞ്ചിന് വിടുന്നതിലും തീരുമാനമുണ്ടായേക്കും. നിയമം സ്റ്റേ ചെയ്യണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. നിയമമോ ഏതെങ്കിലും വകുപ്പുകളോ സ്റ്റേ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് കേന്ദ്രത്തിന്റെ വാദം. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണം സംബന്ധിച്ച കേസിൽ സുഹൃത്തും സഹപ്രവർത്തകനുമായ സുകാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ആണ് അപേക്ഷ പരിഗണിക്കുന്നത്. ജാമ്യാപേക്ഷയെ എതിർത്ത് തിരുവനന്തപുരം പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് കക്ഷി ചേർന്ന യുവതിയുടെ അമ്മയുടെ വാദവും ഹൈക്കോടതി കേൾക്കും. പേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ബലാത്സംഗ കുറ്റമാണ് സുകാന്ത് സുരേഷിനെതിരെ ചുമത്തിയത്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിനു പിന്നാലെ മുതൽ സുകാന്ത് സുരേഷ് ഒളിവിലാണ്. കേസിൽ നിരപരാധിയാണെന്നും മരണത്തിൽ പങ്കില്ലെന്നുമാണ് സുകാന്ത് സുരേഷിന്റെ വാദം. കേസിൽ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയ സാഹചര്യത്തിൽ ഇയാളെ IB ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. അറസ്റ്റിന് ഹൈക്കോടതി വിലക്കില്ലെങ്കിലും പോലീസിന് ഇതുവരെയും സുകാന്ത് സുരേഷിനെ കണ്ടെത്താനായിട്ടില്ല. നമ്മൾ കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസ് കൊലപാതകവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് വന്നാൽ കുറ്റാരോപിതരുടെ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കുകയാണ്. ആരോപണ വിധേയരായ കുട്ടികളുടെ ജാമ്യ ഹർജി തള്ളി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ രക്ഷിതാക്കൾ സമർപ്പിച്ച ഹർജിയാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത്. കഴിഞ്ഞ മാസം 3-ാം തീയതി ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായതാണ്. ജാമ്യം നൽകരുതെന്നും പ്രായപൂർത്തിയാകാത്ത കാര്യം കേസിൽ പരിഗണിക്കരുതെന്നും പ്രോസിക്യൂഷനും ഷഹബാസിന്റെ കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു. കൃത്യമായി ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകമാണ്. വിദ്യാർത്ഥികളുടെ സമൂഹമാധ്യമത്തിലെ ചാറ്റുകൾ ഇതിന് തെളിവാണ്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ കുട്ടികൾ സാക്ഷികളെ സ്വാധീനിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. പ്രായപൂർത്തിയാകാത്തതിനാൽ ജാമ്യം അനുവദിക്കണമെന്ന് പ്രതികളായ കുട്ടികളുടെ രക്ഷിതാക്കൾ അഭ്യർത്ഥിച്ചിരുന്നു. 1 മാസത്തിലധികമായി ജുവനൈൽ ഹോമിൽ കഴിയുകയാണ്. ഇത് കുട്ടികളുടെ മാനസികാവസ്ഥയെ സാരമായി ബാധിക്കുമെന്നും രക്ഷിതാക്കൾ കോടതിയെ ബോധിപ്പിച്ചിരുന്നു. നല്ല മഴയാണ് അല്ലേ? ഇന്ന് രാവിലെ ഉണർന്നു വരുമ്പോൾ നല്ല മഴ. രാത്രി മുഴുവനും ഇവിടെ കൊച്ചിയിലൊക്കെ മഴ പെയ്യുകയായിരുന്നു. ഇത്തവണ നമ്മുടെ മൺസൂൺ നേരത്തെ വരും. ഈ മാസം 27 തന്നെ എത്തുമെന്നുണ്ട്. അതിനു മുമ്പ് തന്നെ മഴ ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്ത് നിന്ന് കനത്ത മഴയ്ക്ക് സാധ്യത. 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഇനി നമ്മൾ പോകുന്നത് 1, 2, 3, 4, 5 നാഷണൽ വാർത്തകളിലേക്കാണ്. അപ്പോൾ ദേശീയ വാർത്തകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 വാർത്തകളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്.
മുംബൈയിൽ 2.5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയും ആൺ സുഹൃത്തും അറസ്റ്റിൽ. സ്വകാര്യ ഭാഗങ്ങളിൽ പരുക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടി മരിച്ചു. ഇരുവർക്കുമെതിരെ ബലാത്സംഗം, കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി. മുംബൈ ഘാട്ട്കോപ്പറിൽ അഴുക്കുചാലിൽ വീണ 8 വയസ്സുകാരിയെ രക്ഷിക്കുന്നതിനിടെ 28 വയസ്സുകാരന് ദാരുണാന്ത്യം. അഴുക്കുചാലിൽ വീണ പന്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കുട്ടി അപകടത്തിൽപ്പെട്ടത്. അഗ്നിരക്ഷാസേന എത്തി യുവാവിനെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച അട്ടാരി വാഗ അതിർത്തിയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങുകൾ നാളെ പുനരാരംഭിക്കും. നിലവിലെ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളുടെയും സൈനികർ ഗേറ്റുകൾ തുറക്കുകയോ പരസ്പരം ഹസ്തദാനം ചെയ്യുകയോ ചെയ്യില്ല. അട്ടാരി, ഹുസൈനിവാല, സദ്കി എന്നിവിടങ്ങളിൽ നടക്കുന്ന ചടങ്ങിൽ മാറ്റമുണ്ടാകും. AGR കുടിശ്ശിക എഴുതി തള്ളണമെന്നാവശ്യപ്പെട്ട് ടെലികോം ഭീമന്മാരായ വോഡഫോൺ, എയർടെൽ, ടാറ്റ ടെലി സർവീസസ് എന്നിവർ സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി തള്ളി. ജസ്റ്റിസുമാരായ JB പർദിവാല, ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ വിധി. 30,000 കോടി രൂപ എഴുതി തള്ളണമെന്ന് വോഡഫോൺ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയ കേസിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിലെ കാലതാമസത്തെ ചോദ്യം ചെയ്ത ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ജഡ്ജിമാരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സുപ്രീംകോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന നിയമം പുനഃപരിശോധിക്കണമെന്ന് ഉപരാഷ്ട്രപതി ആവശ്യപ്പെട്ടു.